UDFിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് പുതിയ ആളാണ്, കൺവീനറായിട്ട് പുതിയ ആളാണ്. അപ്പോൾ അദ്ദേഹം നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്, ഇലക്ഷൻ മാനേജറാണ്, എവിടെ കൊണ്ടിട്ടാലും ജയിക്കുന്ന ആളാണ്. അടൂർ ജയിച്ചു, ആറ്റിങ്ങൽ കൊണ്ടുവന്നപ്പോൾ അവസാന റൗണ്ടിൽ ആറ്റിങ്ങൽ ജയിച്ചു. അങ്ങനെ ഒരു വലിയ ഇലക്ഷൻ മാനേജറാണ്, വലിയ പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു പ്രഖ്യാപനം, കാരണം പുതിയ ആളുകൾ വരുമ്പോൾ കുറച്ചൊരു പ്രഖ്യാപനമൊക്കെ നടത്തുമല്ലോ, അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. UDF വിപുലീകരിക്കും, പുതിയ കക്ഷികൾ വരും. അപ്പോൾ UDF വിപുലീകരിക്കും എന്ന് പറയുമ്പോൾ പിന്നെയാണ് കീറാമുട്ടികൾ. RJD വരുമെന്ന് പറയുന്നു. RJD വന്നാലുള്ള കുഴപ്പം എന്താ? അവർക്ക് സീറ്റ് കൊടുക്കണ്ടേ? അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ വിളിക്കുന്നു, ജോസ് കെ മാണിയെ വിളിക്കുന്നു, സംഘത്തെയും. അപ്പോൾ അവർക്കും സീറ്റ് കൊടുക്കണ്ടേ? അപ്പം ആരുടെ സീറ്റ് കൊടുക്കും? മാണി സി കാപ്പൻ അവിടുത്തെ സീറ്റ് കൊടുക്കാൻ സമ്മതിക്കത്തില്ല, പാലാ വിട്ടു കൊടുക്കത്തില്ല. അപ്പോൾ പാലായ്ക്ക് അവരവിടെ കൊടുക്കും. കടുത്തുരുത്തി ഒരു കാരണവശാലും കടുത്തുരുത്തി കൊടുക്കാൻ പറ്റത്തില്ല. കടുത്തുരുത്തി മോൻസ് ജോസഫ് ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്നു. ഏറ്റുമാൻ കൊണ്ട് കൊടുത്താൽ ഏറ്റുമാനൂർ ജയിക്കുമോ ഇല്ലേ എന്നറിയില്ല. അവിടെ വാസവൻ ഇടിച്ചു നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ എവിടെയാണ് സീറ്റ് കൊടുക്കുക എന്നുള്ളത് വലിയ ചോദ്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് എന്നാരായിരിക്കും? പി ജോസഫിനോ അല്ലെ അനൂപ് ജേക്കബിനോ ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. RSPക്ക് അവർക്കൊക്കെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. പിന്നെ അവരെവിടെയിട്ടാണ് കോംപ്രമൈസ് ചെയ്യുന്നത്? കോംപ്രമൈസ് എല്ലാം വരുന്നത് കോൺഗ്രസിൻ്റെ മണ്ടയിലായിരിക്കും. അങ്ങനെ കോൺഗ്രസിൻ്റെ മണ്ടയിൽ ഈ കോംപ്രമൈസുകളെല്ലാം കൂടി വന്നാൽ വേറൊരു രാഷ്ട്രീയമാണ് ഞാൻ പറയാൻ പോകുന്നത്. വരികയും കോൺഗ്രസ് വിചാരിക്കുന്നത്ര നമ്പറുകൾ വിജയിപ്പിച്ചെടുക്കാൻ കഴിയാതിരിക്കുകയും എന്നാൽ UDF അധികാരത്തിൽ വരികയും, അങ്ങനെ വരാമല്ലോ. ആരും ഇപ്പോൾ മാണി ഇങ്ങോട്ട് വന്നു, മാണി കോൺഗ്രസും വന്നു, RJDയും വന്നു, മുന്നണി വളരെ വലുതായി കഴിഞ്ഞാൽ എല്ലാവരും നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് കിട്ടി, താരതമ്യേന കൂടുതൽ സീറ്റ് കിട്ടി, കുറച്ച് സീറ്റ്, ഒരു ഭൂരിപക്ഷത്തിൻ്റെ കുറച്ച് സീറ്റ്, ടോട്ടൽ ഭൂരിപക്ഷമല്ല, ഓരോ പാർട്ടികൾ എടുക്കുമ്പോൾ കുറച്ച് സീറ്റ് കോൺഗ്രസിന് കുറഞ്ഞു പോയാൽ സ്വാഭാവികമായിട്ട് വീണ്ടും ഒരു ബാർഗനിങ് രാഷ്ട്രീയം വരും. ഉപമുഖ്യമന്ത്രി സ്ഥാനം, ആഭ്യന്തരമന്ത്രി സ്ഥാനം, അങ്ങനെ മറ്റ് ചില ബാർഗെയിനിങ് സാധനങ്ങൾ കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ആത്മഹത്യാപരമായ ഒരു കാര്യത്തിന് പോകുമോ? സതീശനും രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും കൂടി. കാരണം ഇവർ വന്നാൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അഡ്ജസ്റ്റ് ചെയ്യാൻ ചെറിയ പാർട്ടികൾക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ ഇല്ല പലർക്കും. അപ്പോൾ വലിയ പാർട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ലീഗിന് കൂടുതൽ സീറ്റ് കൊടുക്കത്തില്ല, ഓക്കെ. അങ്ങനെ പിന്നെ ജോസഫിന് കൂടുതൽ സീറ്റ് കൊടുക്കത്തില്ല, പി ജോസഫിന് കേരള കോൺഗ്രസിന് കൊടുക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ചില സീറ്റുകൾ കോംപ്രമൈസ് വേണ്ടി വരും. അങ്ങനെ വലിയ കോംപ്രമൈസുകളും വലിയ ചർച്ചകളും നടന്നാൽ മാത്രമേ മുന്നണി വിപുലീകരണം നടക്കുകയുള്ളൂ. അപ്പോൾ മുന്നണി വിപുലീകരണം എന്ന് പറയാൻ വളരെ എളുപ്പമാണ്, ആരും വരുമെന്നൊക്കെ പറയാൻ സുഖമാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഞാൻ പറഞ്ഞതുപോലെ 140 സീറ്റേ ഉള്ളൂ. അതിനകത്ത് വെച്ച് വേണം എല്ലാ കളിയും നടത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പുറത്ത് നിൽക്കുന്ന പ്രബല കക്ഷിയാണ് LDFിലെ ഒരു പ്രബല കക്ഷി, സീറ്റുകളുള്ള കക്ഷി, പല സീറ്റിലും ജയിക്കുന്ന കക്ഷി, മന്ത്രിയുള്ള കക്ഷി, സ്ഥിരമായി മന്ത്രി. ഏത് മുന്നണിയിൽ അവർ നിന്നാലും അവർക്ക് സ്ഥിരമായി മന്ത്രിയുണ്ട്. UDFിൽ നിന്നാലും മന്ത്രി, LDFിൽ നിന്നാലും മന്ത്രി. അങ്ങനെ മന്ത്രിയുള്ള പ്രധാനപ്പെട്ട മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കളെയും അണികളെയും ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവർക്കുള്ള അക്കോമഡേഷൻ ഇവിടെ കൊടുക്കും. ഒരു പന്തിയിൽ തന്നെ കൊടുക്കണ്ടേ? കല്യാണത്തിന് കൊടുക്കും പോലെ ആദ്യത്തെ ബാച്ച് ഇറങ്ങിയിട്ട് അടുത്ത ബാച്ചിന് കൊടുക്കാൻ ഇത് അസംബ്ലിയിൽ അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പോൾ എവിടെ നിന്ന് ഈ സീറ്റ് കൊടുക്കും? ആരാണ് കോംപ്രമൈസ് ചെയ്യുക? ആരുടെ സീറ്റുകളാണ് വച്ച് മാറേണ്ടി വരിക? അങ്ങനെ വരുമ്പോൾ എന്താണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന പുതിയ തുടർചലനങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ചും വളരെ ഗൗരവമായ ചർച്ചകളാണ് KPCC ഓഫീസിലും നമ്മുടെ ലീഗ് ഹൗസിലും കോട്ടയത്തും 3 സ്ഥലങ്ങളിലാണ് പ്രധാനമായും നടക്കുന്നത്. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് ഇന്ദിരാഭവനിലും, അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ വിട്ടോണം വണ്ടി കോട്ടയത്തും, പിന്നെ അത്യാവശ്യം പാലയിലെ വീട്ടിലും നടക്കും. പിന്നെ നേരെ വണ്ടി വിട്ടാൽ പിന്നെ മലപ്പുറത്ത്, നല്ല 3 സ്ഥലത്താണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ആര് വാഴും ആര് വീഴും.